നമസ്കാരം. പ്രധാന വാർത്തകൾ. മുണ്ടൂരിൽ ആനയുടെ ചവിട്ടേറ്റ് യുവാവ് മരിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. ഒലവക്കോട് DFO ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ പോലീസുമായി പ്രവർത്തകർ ഏറ്റുമുട്ടി. പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധം. CPMന്റെ നേതൃത്വത്തിൽ മുണ്ടൂരിൽ നടത്തിയ ഹർത്താൽ പൂർണ്ണം. യുവാവ് മരിച്ച സംഭവത്തിൽ മുണ്ടൂർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. മുണ്ടൂർ ആനക്കല്ലിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവം വനംവകുപ്പിന് ഗുരുതര വീഴ്ചയെന്ന് VK ശ്രീകണ്ഠൻ MP. ഗുരുതരമായി പരിക്കേറ്റ യുവാവിന്റെ മാതാവിന് മുഴുവൻ ചികിത്സാ ചെലവും സർക്കാർ നൽകണമെന്നും MP. ആനക്കല്ല് ഉൾപ്പെടെ മലയോരങ്ങളിൽ ഫെൻസിംഗ് ഏർപ്പെടുത്തുന്നതിൽ സാമ്പത്തിക പ്രതിസന്ധിയെന്ന് A. പ്രഭാകരൻ MLA. പ്രദേശത്തിന് പ്രത്യേക പരിഗണന നൽകുമെന്ന് വകുപ്പ് മന്ത്രി അറിയിച്ചതായും A. പ്രഭാകരൻ. പാലക്കാട്ടെത്തിയ മന്ത്രിക്കെതിരെ BJPയുടെ കരിങ്കൊടി പ്രതിഷേധം. വിമർശിക്കാൻ ആർക്കും അവകാശമുണ്ടെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. സ്ത്രീകളെയും കുടുംബാംഗങ്ങളെയും ഉൾപ്പെടെ കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുക എന്നതാണ് KSRTCയുടെ ലക്ഷ്യമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ. ഡിപ്പോകൾക്കെതിരെ ഉയർന്നുവന്ന പരാതികൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി. പാലക്കാട്ട് KSRTCയിലെ ശീതീകരിച്ച വിശ്രമകേന്ദ്രത്തിന്റെയും KSRTCയിൽ പുതുതായി ആരംഭിച്ച സർവീസുകളുടെയും പ്രവർത്തനം ആരംഭിച്ചു. കോട്ടായിയിൽ മിനി ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം. പദ്ധതി പൂർത്തീകരിക്കുന്നത് 1 കോടി രൂപ ചെലവിൽ. ബസ് സ്റ്റാൻഡ് പൂർത്തിയാകുന്നതോടെ ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുമെന്ന ആശ്വാസത്തിൽ നാട്ടുകാരും വ്യാപാരികളും. 2 കോടി ചെലവിൽ ചേലക്കര തോന്നൂർക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. ഉത്സവാന്തരീക്ഷത്തിൽ കെട്ടിടോദ്ഘാടനം K. രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. ചരിത്രശേഷിപ്പുകളെക്കുറിച്ചും ചരിത്ര പഠനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മനസ്സിലാക്കാനും തൊട്ടറിയുന്നതിനുമായി തൃത്താല മേഖലയിൽ ഒരു പഠനയാത്ര. വിദ്യാർത്ഥികൾക്ക് തൃത്താല പൈതൃകത്തെ തൊട്ടറിയാൻ പൈതൃകയാനം എന്ന പേരിൽ പഠനയാത്ര സംഘടിപ്പിച്ചത് ഭാരത് യൂത്ത് ക്ലബ്. പ്രകൃതിയെയും സംസ്കൃതിയെയും തേടിയുള്ള യാത്ര വിദ്യാർത്ഥികൾക്ക് കൗതുകവും വിജ്ഞാനവും പകർന്ന അനുഭവം. CITU തൊഴിലാളികളുടെയും കുടുംബാംഗങ്ങളുടെയും നേതൃത്വത്തിൽ കൊടുപ്പള്ളിയിൽ ധർണാ സമരം. ധർണ സംഘടിപ്പിച്ചത് CITU നടത്തിവരുന്ന സമരത്തിന് ഐക്യദാർഢ്യവുമായി. തൊഴിലാളികളുടെ അവകാശങ്ങൾ കാണാതെ പോകരുതെന്നും ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ CITU പ്രസ്ഥാനത്തിന് കഴിയുമെന്നും CITU ജില്ലാ സെക്രട്ടറി M. ഹംസ. വാർത്തകൾ വിശദമായി. മുണ്ടൂരിൽ യുവാവ് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ച സംഭവത്തിൽ ഒലവക്കോട് DFO ഓഫീസിലേക്ക് BJP നടത്തിയ പ്രതിഷേധ മാർച്ചിൽ BJP പ്രവർത്തകരും പോലീസും ഏറ്റുമുട്ടി. ബാരിക്കേഡ് മറികടക്കാൻ ഉള്ള BJP പ്രവർത്തകരുടെ ശ്രമം പോലീസ് തടഞ്ഞു. തുടർന്ന് BJP പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. മുണ്ടൂരിൽ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി 2 പേർക്ക് നേരെ കാട്ടാന ആക്രമണം നടത്തുകയും അതിലൊരാൾ മരണപ്പെടുകയും ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് BJP പ്രതിഷേധ മാർച്ചുമായി രംഗത്തെത്തിയത്. രാവിലെ 10 മണിയോടുകൂടി ഒലവക്കോട് താണാവിൽ നിന്നും ആരംഭിച്ച മാർച്ച് റെയിൽവേ കോളനി DFO ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറികടന്ന് ഓഫീസിനകത്തേക്ക് പ്രവർത്തകർ കടക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സംസ്ഥാന സർക്കാർ തന്നെ അവർ നടപ്പിലാക്കേണ്ട കാര്യങ്ങളിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയതുകൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നാട്ടിലെ ജനങ്ങൾക്ക് മുൻപിൽ തലകുനിച്ചു നിൽക്കുകയാണ്. അതായത് ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കേണ്ട സംസ്ഥാന സർക്കാർ, ഇവിടുത്തെ വനം വകുപ്പ് കാര്യക്ഷമമായി അവരെ ചെയ്യേണ്ട കാര്യങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടാതെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇന്നാട്ടിലെ നിരവധി ആളുകളാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാട്ടിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ കാട്ടിൽ തന്നെ നിലയുറപ്പിക്കാനുള്ള സോളാർ ഫെൻസിംഗ് കാര്യക്ഷമമാക്കണമെന്ന് പ്രശാന്ത് ശിവൻ ആവശ്യപ്പെട്ടു. പ്രതിഷേധത്തിനിടയിൽ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തുടർന്ന് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് C. മധു അധ്യക്ഷത വഹിച്ചു. OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി G. പ്രഭാകരൻ, മലമ്പുഴ മണ്ഡലം പ്രസിഡന്റ് സുജിത്ത്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ബിബിൻ, ജ്യോതിഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കാട്ടാനാക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ മുണ്ടൂർ പഞ്ചായത്തിൽ CPIM നടത്തിയ ഹർത്താൽ പൂർണ്ണം. CPIMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും നടന്നു. കഴിഞ്ഞ രാത്രിയാണ് 22 വയസ്സുകാരൻ അലൻ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്.
കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി മുണ്ടൂരിൽ യുവാവ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് CPM ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. രാവിലെ 10 മണിയോടുകൂടി മുണ്ടൂരിൽ നിന്നും കയറങ്കോട് ജംഗ്ഷനിലേക്ക് നിരവധി CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. രാവിലെ മുതൽ തന്നെ മുണ്ടൂരിൽ വ്യാപാര സ്ഥാപനങ്ങളൊന്നും തുറന്നു പ്രവർത്തിച്ചതേയില്ല. വാഹന ഗതാഗതത്തിന് നിലവിൽ പ്രശ്നങ്ങളുണ്ടായില്ല. ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയിട്ടും വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയില്ലെന്നാണ് CPM പ്രവർത്തകരുടെ പരാതി. അതോടൊപ്പം കേന്ദ്ര വന നിയമം ഭേദഗതി ചെയ്യണമെന്നും CPM പ്രവർത്തകർ ആവശ്യപ്പെട്ടു. രാവിലെ മുതൽ മുണ്ടൂർ പഞ്ചായത്തിൽ പോലീസ് സുരക്ഷയും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുണ്ടൂർ ആനക്കല്ലിൽ ആനയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മുണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുണ്ടൂർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാർച്ച് മുണ്ടൂർ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. ആളെ കൊല്ലി വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ വിലസുമ്പോഴും സർക്കാർ നിരുത്തരവാദപരമായാണ് പെരുമാറുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നതും ആളെ കൊല്ലുന്നതും കൃഷി നശിപ്പിക്കുന്നതും ഒഴിവാക്കാനായി ജനങ്ങൾ നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചെങ്കിലും സർക്കാർ ഒന്നുപോലും നടപ്പിലാക്കിയില്ല. മുണ്ടൂർ മേഖലയിൽ സ്ഥിരം നിരീക്ഷണ സംവിധാനം വേണമെന്ന നിർദ്ദേശത്തെ പോലും സർക്കാർ അവഗണിച്ചു. വന്യമൃഗ പേടിയിൽ വീടും സ്ഥലവും വിറ്റ് രക്ഷപ്പെടേണ്ട സ്ഥിതിയാണ്. ജനങ്ങളെ ഇത്രത്തോളം ഭയത്തിലാഴ്ത്തിയത് സർക്കാർ നടപടികൾ ഫലം കാണാത്തതുകൊണ്ടാണ്. മരണം സംഭവിച്ചാൽ മാത്രം പരിഹാര നിർദ്ദേശവുമായി വരികയും അത് നടപ്പിലാക്കാതിരിക്കുകയും ചെയ്യുന്ന വനംവകുപ്പ് മന്ത്രി കേരളത്തിന് ബാധ്യതയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് TK വാസു അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ്, K. കോയക്കുട്ടി, EM ബാബു, AC സിദ്ധാർത്ഥൻ, MV രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുണ്ടൂർ ആനക്കല്ലിൽ യുവാവ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഗുരുതര വീഴ്ചയെന്ന് VK ശ്രീകണ്ഠൻ MP. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കുപറ്റിയ അലന്റെ അമ്മയുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കണമെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. ഫെൻസിംഗും തെരുവുവിളക്കുകളും യാത്രാ സൗകര്യങ്ങളും ഉടൻ പ്രാവർത്തികമാക്കണമെന്നും MP. കാരണം പരിക്കുപറ്റിയ അമ്മ, മരിച്ച ആളുടെ അമ്മ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ്. വളരെ ഗുരുതരമായിട്ടാണ് അവർക്ക് പരിക്ക് പറ്റിയിരിക്കുന്നത്. എന്തായാലും പാലക്കാട് ജില്ലാ കലക്ടർ മുഖാന്തരം ഇടപെടുകയും തൃശ്ശൂർ ജില്ലാ കലക്ടറുമായിട്ട് ഇടപെടുകയും അവരുമായിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സംസാരിക്കുകയും ചെയ്തു. അമ്മയുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായിട്ടും ആശുപത്രിയിൽ തന്നെ സർക്കാർ സംവിധാനത്തിൽ ചെയ്യുമെന്നുള്ള ഉറപ്പാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ പരിക്ക് പറ്റിയവർക്ക് മരിച്ചവരുടെ നഷ്ടപരിഹാര തുക നിങ്ങൾക്കറിയാം, അത് റിലീസ് ചെയ്യാൻ TFO തീരുമാനിച്ചിട്ടുണ്ട്. പരിക്ക് പറ്റിയ അമ്മയുടെ ചികിത്സയ്ക്ക് 2 ലക്ഷം രൂപ വരെയാണ് DFOക്കുള്ള ചുമതല. അതിൽ 1 ലക്ഷം രൂപ ഇന്ന് തന്നെ അടിയന്തരമായിട്ട് അവർക്ക് റിലീസ് ചെയ്ത് കൊടുക്കും എന്നുള്ള ഉറപ്പും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ചികിത്സ പൂർണ്ണമായിട്ടും സർക്കാർ സംവിധാനത്തിൽ ചെയ്യുന്നു. അതുപോലെ നഷ്ടപരിഹാരം ചികിത്സയ്ക്കുള്ള ചെലവിനുള്ള തുകയിൽ നിന്നും 1 ലക്ഷം രൂപ ഇന്ന് കൊടുക്കും എന്ന് അറിയിച്ചത് പ്രകാരം എന്തായാലും നമ്മുടെ മലമ്പുഴ പ്രദേശത്ത്, കഞ്ചിക്കോട് പ്രദേശത്ത്, കല്ലടിക്കോട് ഉൾപ്പെടെ റെയിൽ ഫെൻസിങ് പൂർണ്ണമായിട്ടും നടപ്പിലാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. അതുപോലെ അവിടേക്കുള്ള പല ഗതാഗത സൗകര്യങ്ങളില്ല. അതുപോലെ തെരുവുകളൊക്കെ അഭാവമുണ്ട്. ആന വരുന്നത് അറിയുന്നില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ചും കൂടെ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ഇനിയും ഈ കാട്ടാനകൾ ഈ പരിസരത്ത് തന്നെ ഉണ്ട്. അവർ യഥാർത്ഥത്തിൽ പറഞ്ഞ അക്രമകാരികളാണ്. അതിനെക്കുറിച്ച് വളരെ വിശദമായി അന്വേഷിച്ച് വേണ്ട നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ്. ആനക്കല്ല് ഉൾപ്പെടെ മലയോരങ്ങളിൽ ഫെൻസിംഗ് ഏർപ്പെടുത്തുന്നതിൽ സാമ്പത്തിക പ്രതിസന്ധി തടസ്സമായി നിൽക്കുകയാണെന്ന് A. പ്രഭാകരൻ MLA. എങ്കിലും പ്രദേശത്തിന് പ്രത്യേക പരിഗണന നൽകുമെന്ന് വകുപ്പ് മന്ത്രി അറിയിച്ചതായും MLA പറഞ്ഞു. കേന്ദ്ര നിയമവും ചില കാര്യങ്ങളിൽ തടസ്സമാണെന്നും MLA ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ പല ഭാഗത്തുണ്ട്. ഇപ്പോൾ വാളയാർ മുതൽ കല്ലടി മലനിരയാണ്. സ്വാഭാവികമായും ഈ വന്യമൃഗങ്ങൾ ഇറങ്ങി താഴത്തേക്ക് ജനവാസ കേന്ദ്രത്തിലേക്ക് വരികയാണ്. കുറേ കാലമായി അതിപ്പോൾ കുറച്ചൊക്കെ ഫെൻസിങ് ഇട്ടിട്ടുണ്ട്, സോളാർ ഫെൻസിങ് ഇട്ടിട്ടുണ്ട്, കുറേ മറ്റേ ഹാങ്ങിങ് ഫെൻസിങ് ഇടാനുള്ള പരിപാടിയായിട്ട് പോവുകയാണ്. ഇതൊക്കെ സാമ്പത്തികപരമായ ഒരു പ്രശ്നമാണല്ലോ. എങ്കിൽ പോലും ഈ പ്രദേശത്തിന് ഒരു പ്രത്യേക പരിഗണന ലഭിച്ചുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ കരികൊടി കാണിച്ച് BJPയുടെ പ്രതിഷേധം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. KSRTCയിൽ നിന്നും പുതുതായി തുടങ്ങുന്ന സ്വിഫ്റ്റ് സർവീസ് പ്രാവർത്തികമാക്കുന്നതിന്റെ ഭാഗമായാണ് മന്ത്രി പാലക്കാട്ട് എത്തിയത്. മാസങ്ങളായി അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെയാണ് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നതെന്നും ശൗചാലയ സൗകര്യവും വിശ്രമമുറിയും ഒരുക്കണമെന്നുമായിരുന്നു BJPയുടെ ആവശ്യം. പഴയ KSRTC ഡിപ്പോയിൽ ഡീസൽ പമ്പുണ്ടായിരുന്നെങ്കിലും
നവീകരിച്ചതോടെ ഡിപ്പോയിൽ പമ്പ് ഇല്ലാതായി. ഇത് KSRTCക്ക് കനത്ത നഷ്ടം വരുത്തുന്നുണ്ട്. പുറത്തുനിന്ന് ഡീസൽ എടുക്കുന്നതിൽ ക്രമക്കേട് നടക്കുന്നതായും ആരോപണമുയർന്നു. മന്ത്രി എത്തിയതും കരിങ്കൊടിയുമായി BJP പ്രവർത്തകർ എത്തി. പ്രതിഷേധിക്കാനെത്തിയ BJP പ്രവർത്തകന്റെ തോളിൽ കൈയിട്ട് സംസാരിച്ചായിരുന്നു മന്ത്രി പ്രശ്നങ്ങൾ കേട്ടത്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെയാണ് ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നതെന്ന് ആയിരുന്നു BJP നേതാവിന്റെ പ്രതികരണം. മുനിസിപ്പാലിറ്റി അവർക്ക് ഞാൻ നിങ്ങളെ സംസാരിക്കാൻ വിളിക്കുമ്പോൾ നിങ്ങൾ മാത്രം സംസാരിക്കും. ഒരു മന്ത്രി എന്ന നിലയിൽ ഞാൻ സംസാരിക്കും. അവർക്ക് ടെമ്പററി നമ്പർ ഇട്ട് കൊടുക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്, കോടതിയല്ല. ഈ ഘട്ടത്തിൽ നമ്പർ ഇട്ടാത്ത മുനിസിപ്പാലിറ്റി നിങ്ങൾ അതിന് മുനിസിപ്പൽ ചെയർമാനെ വൈലേഷനില്ല. ഇവരവിടെ ഇരിക്കുന്നുള്ള കാരണം പറഞ്ഞാണ് തരാത്തതെന്ന് മുനിസിപ്പൽ ചെയർമാൻ എന്നോട് പറഞ്ഞു. മുനിസിപ്പൽ ചെയർമാനെ വിമർശിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും പ്രതിഷേധങ്ങളെ അത്തരത്തിൽ മാത്രമേ എടുക്കുന്നുള്ളൂ എന്നും KSRTCയെ നഷ്ടത്തിൽ നിന്നും കരകയറ്റാനുള്ള എല്ലാ പുതിയ സർവീസുകളും ആരംഭിക്കുമെന്നും മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. മന്ത്രിക്കൊപ്പം VK ശ്രീകണ്ഠൻ MP, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്നിവരുണ്ടായിരുന്നു. കരിങ്കൊടി പ്രതിഷേധത്തിനൊടുവിൽ പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിമർശകരെയും സാഹിത്യകാരന്മാരെയും സൃഷ്ടാക്കളെയും ബലം പ്രയോഗിച്ച് അമർച്ച ചെയ്യാനാകില്ല എന്ന് മന്ത്രി ഗണേഷ് കുമാർ പാലക്കാട്ട് പറഞ്ഞു. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ആർക്കും തടയാനാകില്ല എന്നും ഡെമോക്രസിയിൽ വിമർശനം വേണമെന്നും മന്ത്രി പറഞ്ഞു. ആരെയും വിമർശിക്കാൻ ആർക്കും അവകാശമുണ്ടെന്നും മനുഷ്യർ തമ്മിൽ അസഹിഷ്ണുതയുടെ കാര്യമില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സുരേഷ് ഗോപിക്കല്ല തെറ്റുപറ്റിയതെന്നും സുരേഷ് ഗോപിയെ തെരഞ്ഞെടുത്ത തൃശ്ശൂരുകാർക്കാണ് അബദ്ധം പറ്റിയതെന്നും മന്ത്രി പറഞ്ഞു. വിമർശകരെയും സാഹിത്യകാരന്മാരെയും സൃഷ്ടാക്കളെയും ഒന്നും നമുക്ക് ബലം പ്രയോഗിച്ച് അമർച്ച ചെയ്യാമെന്ന് കരുതുന്ന ഒരു ജനാധിപത്യ സംസ്കാരത്തിന് ചേർന്നല്ല, ഒരു നല്ല കാര്യമല്ല. കാരണം ഇപ്പം അഭിപ്രായം പറയാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം. ഇപ്പം എന്നെ വിമർശിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട്. അതിന് അവരെ അടിച്ചമർത്താൻ കഴിഞ്ഞ ദിവസം ഞാനിവിടെ വരുമ്പോൾ ഇവിടെ ഇരുന്ന് ഒച്ച ഉണ്ടാക്കിയ ആൾ ഇന്നും ഉണ്ടായിരുന്ന സമരത്തിനിടയിൽ അയാളെ ഞാനിവിടെ നിന്ന് ഓടിച്ചില്ലല്ലോ, എനിക്ക് അധികാരമുണ്ടെന്നും പറഞ്ഞു. അങ്ങനെയൊക്കെ എന്നെ വിമർശിക്കാൻ, എൻ്റെ എന്തെങ്കിലും ഒരു പ്രവൃത്തിയെ വിമർശിക്കാൻ ഒരു തൊഴിലാളിക്ക് അവകാശമുണ്ട്. അത് ഞാൻ കൈയെടുത്തേണ്ട കാര്യമില്ല. ഇന്നും അദ്ദേഹം ഇവിടെ ബഹളം ഉണ്ടാക്കുന്നതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നു. ഞാൻ ആളെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ട് അതൊന്നൊരു വിഷയമല്ല. വിമർശനം വേണം, ഡെമോക്രസിയിൽ വിമർശനം വേണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങളെല്ലാവരും. നമുക്കത് അതിനെ കണ്ട് അസഹിഷ്ണുത പ്രകടിപ്പിച്ചൊരു കാര്യമില്ല, അതിന് ദേഷ്യപ്പെട്ടൊരു കാര്യമില്ല. പാർലമെൻറ്റ് അസംബ്ലിയിലും രാഹുൽ എൻ്റെ അടുത്ത് നിൽക്കുന്നു, അദ്ദേഹം പ്രതിപക്ഷത്തെ MLA ആണ്. ഞാൻ പറഞ്ഞു ചിലപ്പോൾ പരിഹസിച്ചൊക്കെ അവർ നമ്മളെ പ്രസംഗിക്കുക, അത് ആ സമയത്ത് അവരുടെ ജോലിയാണ്. അതിന് മറുപടി പറയേണ്ടത് നമ്മുടെ ജോലിയാണ്. ഇല്ല, അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊന്നും പറയില്ല. കാരണം അദ്ദേഹത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പം സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അനുഭവിച്ചുകൊള്ളുക എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, എന്തും തെറ്റിയും. ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എൻ്റെ പ്രസംഗങ്ങൾ കേട്ട് പലരും എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ഒരാൾ ഇന്നലെ എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞ് അദ്ദേഹത്തിനല്ല കുഴപ്പം, തിരഞ്ഞെടുത്ത തൃശ്ശൂരുകാർക്കാണ് അബദ്ധം പറ്റിയത് എന്ന് പറഞ്ഞു. ഇപ്പോൾ എന്ത് പറയാനാണ്? അതെ, ഇത് ഞാൻ പറഞ്ഞതല്ലേ ഇലക്ഷന് മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു പ്രശ്നമല്ല. എനിക്കറിയാവുന്ന ആള്, വർഷങ്ങളായിട്ട് അറിയാവുന്ന സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും തൃശ്ശൂരുകാർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്ത്രീകളെയും കുടുംബങ്ങളെയും ഉൾപ്പെടെ കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുക എന്നതാണ് KSRTCയുടെ ലക്ഷ്യമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ. ഡിപ്പോകൾക്കെതിരെ ഉയരുന്ന പരാതികൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് KSRTCയിലെ ശീതീകരിച്ച വിശ്രമ കേന്ദ്രത്തിന്റെയും പുതുതായി ആരംഭിക്കുന്ന സർവീസുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യാത്രക്കാർക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി KSRTCയുടെ ബാംഗ്ലൂരിലേക്കുള്ള 48 പെർമിറ്റുകളിലും ആധുനിക സജ്ജീകരണങ്ങൾ ഉള്ള ബസ്സുകൾ ഇറക്കും. ക്രിസ്തുമസ്, ഓണം സമയങ്ങളിൽ സ്വകാര്യ ബസ്സുകൾ യാത്രക്കാരെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കും. ഗ്രാമീണ മേഖലയിലേക്കുള്ള ചെറിയ ബസ്സുകൾ ഓർഡർ ചെയ്തു കഴിഞ്ഞു. ഗതാഗത മേഖലയിലെ 80% വിപണി കയ്യിലാക്കുക എന്നതാണ് KSRTC ലക്ഷ്യമിടുന്നത്. ബജറ്റ് ടൂറിസത്തിന്റെ 185% വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. തമിഴ്നാട്ടിലേക്ക് പുതിയ 50 ബസ്സുകൾ ഇറക്കും. ബസ് റൂട്ടുകളിൽ കളക്ഷൻ ഉറപ്പിക്കാൻ യാത്രക്കാരുടെ സൗകര്യമനുസരിച്ച് സർവീസുകൾ ക്രമീകരിക്കും. പാലക്കാട് ജില്ലയിലെ KSRTC ടെർമിനലിലുള്ള ടോയ്ലറ്റ് പരിപാലിക്കുന്നതിന് കോപ്പറേറ്റീവ് സൊസൈറ്റിയായ സുലഭിനെ ഏൽപ്പിക്കും. KSRTC ബസ് സ്റ്റാൻഡുകളും യാർഡുകളും ക്ലീൻ ചെയ്യുന്നതിന്
കോൺട്രാക്ട് നൽകാനാണ് തീരുമാനം. ഇതിനായി ടെൻഡർ വിളിച്ചു കഴിഞ്ഞു. യാത്രക്കാർക്ക് മികച്ച സൗകര്യങ്ങളും വൃത്തിയും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പാലക്കാട് KSRTCയിലെ പഴയ ടോയ്ലറ്റ് മാറ്റി സ്ഥാപിച്ചതിന് ശേഷം മാത്രമേ അവിടെ ഇന്ധന പമ്പിൻ്റെ പണി തുടങ്ങൂ. KSRTCയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാനും വരുമാനം വർദ്ധിപ്പിക്കാനുമാണ് ജീവനക്കാരുടെയും സർക്കാരിൻ്റെയും ലക്ഷ്യം. KSRTCയിലൂടെ കൊറിയർ സർവീസ് വഴി അയക്കുന്ന സാധനങ്ങൾ വീടുകളിലെത്തിക്കാൻ പദ്ധതിയുണ്ട്. ഇതിന് സ്വകാര്യ പങ്കാളിത്തം ഉറപ്പിക്കും. ബസ്സുകളിൽ നിന്നുള്ള പരസ്യവരുമാനം 9 കോടിയിൽ നിന്ന് 18 കോടി രൂപയായി ഉയർത്താൻ കഴിഞ്ഞു. KSRTCയുടെ കോംപ്ലക്സുകളിൽ നിന്നുള്ള വരുമാനം ഉറപ്പാക്കാനുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്. ജീവനക്കാരുടെ സൗകര്യം ഉറപ്പാക്കുന്നതിലും വലിയ പരിഗണനയാണ് നൽകുന്നത്. സംസ്ഥാനത്ത് ജീവനക്കാർക്ക് AC താമസ സൗകര്യം ഒരുക്കിയ ആദ്യ ജില്ല പാലക്കാടാണെന്നും മന്ത്രി പറഞ്ഞു. 2 ട്രിപ്പുകൾ ഇന്ന് ആരംഭിക്കുകയാണ്. മൈസൂരിലേക്ക് ഒരു ബസ് വേണമെന്നുള്ള പ്രിയങ്കരനായ MLAയുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഇന്ന് മൈസൂരിലേക്കും ഒരു പുതിയ ബസ് നമ്മൾ തുടങ്ങുകയാണ്. ശീതീകരിച്ച വിശ്രമ കേന്ദ്രം എന്ന് പറയുന്ന KSRTCയിലേക്ക് ജനങ്ങളെ ആകർഷിക്കുക, യാത്രക്കാരെ കൂടുതൽ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കോവിഡിൻ്റെ കാലമടക്കം KSRTCയിൽ അകന്നു പോയ യാത്രക്കാരെ, കുടുംബ സമേതമുള്ള യാത്രക്കാരെയും സ്ത്രീകളെയും ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇത്തരത്തിലൊരു വിശ്രമ കേന്ദ്രം ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതല്ല, ഞാനിവിടെ വന്നപ്പോൾ പറഞ്ഞു, മന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മനസ്സിൽ ഇതിൻ്റെ ചിത്രമുണ്ടായിരുന്നു. പല വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഇത്തരം AC ചെയ്ത മുറികൾ കണ്ടിട്ടുണ്ട്. സാധാരണ അവിടെയൊക്കെ ചെയ്യുന്നത് ഈ സിഗരറ്റ് വലിക്കുന്നവരെ ഒഴിവാക്കാൻ വേണ്ടി സിഗരറ്റ് വലിക്കാരെ ഇതിനകത്തേക്ക് വിടും, ബാക്കിയുള്ളവർ പുറത്തിരിക്കും. എയർപോർട്ടുകളിൽ കാണും. അപ്പം അങ്ങനെ ഒരു സാധനം ഡിസൈൻ ചെയ്ത് വെച്ചു. അത് ആദ്യമായി നടപ്പിലാക്കണമെന്നൊരു പത്രപ്രസ്താവന ഞാൻ കൊടുക്കുമ്പോൾ അത് കണ്ട ഒരു 2 ദിവസങ്ങളിൽ വിവോയുടെ ലീഡേഴ്സ്, അവരുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് വന്ന് എന്നെ കണ്ടു. അപ്പം ഞാൻ അവർ പറഞ്ഞു, ഞങ്ങൾ സ്പോൺസർ ചെയ്യാൻ തയ്യാറാണ്. അപ്പം സ്പോൺസറെ കൂടി ജയിക്കാനാണ് ഉദ്ദേശിച്ചത്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. VK ശ്രീകണ്ഠൻ MP മുഖ്യ അതിഥിയായി പങ്കെടുത്തു. KSRTC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ പ്രമോദ് ശങ്കർ, ഉദ്യോഗസ്ഥരും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും പങ്കെടുത്തു. പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ AC പ്രീമിയം സൂപ്പർ ഫാസ്റ്റും മൈസൂർ റൂട്ടിൽ സൂപ്പർ ഡീലക്സുമാണ് ഇന്നു മുതൽ പാലക്കാട് നിന്നും സർവീസ് തുടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. CITU ചുമട്ടുതൊഴിലാളി കൊളപ്പുള്ളി ടൗൺ യൂണിറ്റിന്റെ തൊഴിലാളികളുടെയും കുടുംബാംഗങ്ങളുടെയും നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. സംഘടനാ ജില്ലാ സെക്രട്ടറി M. ഹംസ ഉദ്ഘാടനം ചെയ്തു. ആ യന്ത്രത്തെക്കുറിച്ചൊരു സൂക്ഷ്മമായ പഠനം ഇവിടെ ഞങ്ങൾ CITU നേതാക്കന്മാരൊക്കെ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും ഞാനൊരു ചാനലുകാരനോട്, ഒന്നല്ലല്ലോ 2 ചാനലുകാരോട് ചോദിച്ചു, നിങ്ങൾ പോയിട്ടുണ്ടോ? പല ചാനലുകാരും ഇതിനെ സംബന്ധിച്ച് വിവാദം ഉണ്ടാക്കുന്നുണ്ടല്ലോ. നിങ്ങൾ പോയി നോക്കി പറ, ഈ അധ്വാന ഭാരം കുറക്കുന്നതാണോ ഈ യന്ത്രം? അവര് സ്വകാര്യമായി പറഞ്ഞു, ആ യന്ത്രം കൊണ്ട് ഒരു ഗുണവുമില്ല, അത് യന്ത്രം ഉപയോഗിക്കണ വീണ്ടും മനുഷ്യാധ്വാനം വേണമെന്ന് തന്നെയാണ്. CITU ജില്ലാ പ്രസിഡന്റും ചുമട്ടുതൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറിയുമായ PN മോഹനൻ, CITU ജില്ലാ വൈസ് പ്രസിഡന്റ് കൃഷ്ണദാസ്, ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU ഡിവിഷൻ സെക്രട്ടറി K. ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. വിവിധ സംഘടനാ നേതാക്കളായ VM സുശീല, VK രവീന്ദ്രൻ, ഉഷാഭായ്, ഗോപാലകൃഷ്ണൻ, NP ശിവശങ്കരൻ എന്നിവരും പങ്കെടുത്തു. സമരസഹായ സമിതി കൺവീനർ C. ശ്രീനിവാസൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സമരസഹായ സമിതി ചെയർമാൻ N. ജയപാൽ അധ്യക്ഷനായി. യൂണിറ്റ് അംഗം K. വിനു നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള സർക്കാരിന്റെ 2022-23 ബജറ്റ് പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി 2 കോടി ചെലവിൽ ചേലക്കര തോന്നൂർക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. ഈ പുതിയ കെട്ടിടത്തിന് കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ ആരോഗ്യ മേഖലയിൽ കൂടുതൽ ഇടപെടാൻ വേണ്ടി നമുക്ക് കഴിയേണ്ടതുണ്ട്. നല്ലപോലെ ഇടപെടുന്നതിൻ്റെ ഗുണം നമ്മുടെ സമൂഹത്തിനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ജോലി ചെയ്യുന്ന ഒരുപാട് നമ്മുടെ സ്കീം വർക്കേഴ്സുണ്ട്, ആശാ വർക്കേഴ്സുണ്ട്, അംഗൻവാടികളുണ്ട്, അതുപോലെ അംഗൻവാടി വർക്കേഴ്സുണ്ട്, അതുപോലെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ പണിയെടുക്കുന്ന ആളുകളാണ് നമ്മുടെ ഹരിത കർമ്മസേനാംഗങ്ങൾ. നമ്മളാണെങ്കിൽ മാലിന്യ വിമുക്തമാകുന്ന ഒരു നാടായിട്ട് നമ്മുടെ നാടിനെ മാറ്റാൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. UR പ്രദീപ് MLA അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓവർസിയർ KN ചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെലീൽ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം KR മായ, തൃശൂർ DMO ഡോക്ടർ ശ്രീദേവി, ഡോക്ടർ C. സജീവ് കുമാർ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KK ശ്രീദേവി, എല്ലിശ്ശേരി വിശ്വനാഥൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജിത ബിനീഷ്,
ഗ്രാമപഞ്ചായത്ത് അംഗം ടി ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി എം ജയലക്ഷ്മി, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ സ്വാഗതവും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിനി കെ ഗോപിനാഥ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചരിത്രശേഷിപ്പുകളെക്കുറിച്ചും ചരിത്ര പഠനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മനസ്സിലാക്കാനും തൊട്ടറിയുന്നതിനുമായി ഒരു യാത്ര. ഭാരത് യൂത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് തൃത്താല പൈതൃകത്തെ തൊട്ടറിയാനാണ് പൈതൃകയാനം എന്ന പേരിൽ പഠനയാത്ര സംഘടിപ്പിച്ചത്. പ്രകൃതിയെയും സംസ്കൃതിയെയും തേടിയുള്ള യാത്ര വിദ്യാർത്ഥികൾക്ക് കൗതുകവും വിജ്ഞാനവും പകർന്ന അനുഭവമായി. ചരിത്രശേഷിപ്പുകളും ചരിത്രത്തിന്റെ ഭാഗമായ ചില സംഭവങ്ങളും വിദ്യാർത്ഥികൾ കേട്ടതായി അറിഞ്ഞിട്ടുണ്ട്. തൃത്താല മണ്ഡലത്തിലെ പലയിടങ്ങളിലായാണ് ഇത്തരം സംഭവങ്ങൾ. എന്നാൽ അവയെ കൂടുതൽ മനസ്സിലാക്കാനും തൊട്ടറിയുന്നതിനുമായാണ് വിദ്യാർത്ഥികളുടെ ഒരു യാത്ര. പട്ടാമ്പി കൂറ്റനാട് പാതയിലെ കട്ടിൽമാടത്തു നിന്നും ഡോക്ടർ രാമേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പഠനയാത്ര കൂറ്റനാട് കോട്ട, കരിമ്പ പച്ചത്തുരുത്ത്, മഹാകവി അക്കിത്തമ്മന, ആനക്കരയിലെ പ്രാചീന ശില സംസ്കാര അവശിഷ്ടങ്ങൾ, MTയുടെ തറവാട്, ആനക്കര വടക്കത്ത് വീട് എന്നിവിടങ്ങളിൽ വിദ്യാർത്ഥികൾ സന്ദർശിച്ചു. അക്കിത്തമ്മനയിൽ എത്തിയ വിദ്യാർത്ഥികൾ പ്രശസ്ത ചിത്രകാരനായ അക്കിത്തം നാരായണ നമ്പൂതിരിയുമായി സംവദിച്ചു. ചരിത്രപഠനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ശിലായുഗ സംസ്കാരത്തിന്റെ ശേഷിപ്പുകളായ മുനി അറകളെയും കൂടക്കലിനെയും കുറിച്ചും ഡോക്ടർ രാജൻ വിദ്യാർത്ഥികൾക്ക് അറിവ് നൽകി. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും വൃക്ഷങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും വൈദേശിക വൃക്ഷങ്ങൾ പരിസ്ഥിതിക്ക് വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചും മാലിന്യത്തെയും കരിമ്പ പച്ചത്തുരുത്തിൽ വച്ച് ഡോക്ടർ ഉദയനും അറിവ് പകർന്നു. സാഹിത്യത്തെക്കുറിച്ചും മഹാപ്രതിഭകളായ അക്കിത്തം, MT വാസുദേവൻ നായർ എന്നിവരുടെ കൃതികളെക്കുറിച്ചും പ്രദീപ് മാസ്റ്ററും സംസാരിച്ചു. വെള്ളിയാങ്കലിലെ നിളാതീരത്ത് അവസാനിച്ച യാത്രയിൽ ഡോക്ടർ രാജൻ ചുങ്കത്ത്, രാജേഷ് വെങ്ങാലിൽ, വിനയഗോപാൽ, വിഷ്ണു ഹരിദാസ്, അനിരുദ്ധ, രാമകൃഷ്ണൻ എന്നിവരും സംസാരിച്ചു. ഭാരത് യൂത്ത് ക്ലബാണ് തൃത്താല പൈതൃകത്തെ തൊട്ടറിയാൻ പൈതൃകയാനം എന്ന പേരിൽ വിദ്യാർത്ഥികൾക്ക് പഠനയാത്ര ഒരുക്കിയത്. പ്രകൃതിയെയും സംസ്കൃതിയെയും തേടിയുള്ള യാത്ര വിദ്യാർത്ഥികൾക്ക് കൗതുകവും വിജ്ഞാനവും പകർന്ന അനുഭവമായി. മാത്രമല്ല, ഇതൊരു തൃത്താലയെ കണ്ടെത്തൽ കൂടിയായിരുന്നു ഈ പഠനയാത്ര. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂർ മുണ്ടൂരിൽ ഇടിമിന്നലിൽ വീടുകൾക്ക് നാശനഷ്ടം. ശക്തമായ ഇടിമിന്നലിൽ 5ഓളം വീടുകളിലെ ഇലക്ട്രിക് ഉപകരണങ്ങളും ഗൃഹോപകരണങ്ങളും പൂർണ്ണമായും നശിച്ചു. തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ഒറുവിൽ വീട്ടിൽ ഭവ്യന്റെ വീട്ടിലെ ഭൂരിഭാഗം ഉപകരണങ്ങളും കത്തിനശിച്ചു. സ്വിച്ച് ബോർഡുകളും ലൈറ്റുകളും പൊട്ടിത്തെറിച്ചതോടെ വീട്ടുകാർ ഭയന്ന് പുറത്തേക്ക് ഓടുകയായിരുന്നു. സമീപത്തെ പാറപ്പുറത്തെ വീട്ടിൽ ശ്രീധരന്റെ ഇൻവെർട്ടറും ലൈറ്റുകളും, കൊള്ളനൂർ തറയിൽ വീട്ടിൽ സിൻഡോയുടെ ഇൻവെർട്ടർ, ഫാൻ, ലൈറ്റ് എന്നിവയും കത്തിനശിച്ചു. സമീപത്തെ മറ്റു 2 വീടുകളിലും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. പുലർച്ചെ 12 മണിയോടെയായിരുന്നു സംഭവം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേശമംഗലം പൂങ്ങോട് പ്രദേശത്ത് പ്രവർത്തിച്ചിരുന്ന അനധികൃത വാറ്റുകേന്ദ്രം വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് കണ്ടെത്തി നശിപ്പിച്ചു. വിഷു, ഈസ്റ്റർ ആഘോഷങ്ങളുടെ ഭാഗമായി എക്സൈസിന്റെ നേതൃത്വത്തിൽ വ്യാപകമായ പരിശോധനയിലാണ് വാറ്റുകേന്ദ്രം കണ്ടെത്തിയത്. 250 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും എക്സൈസ് പിടിച്ചെടുത്തു. വനമേഖലയിൽ ചാരായം വാറ്റുന്നതിനായി സൂക്ഷിച്ചിരുന്ന 250 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളുമാണ് വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ജീൻ സൈമൺ സിയുടെ നേതൃത്വത്തിൽ കണ്ടെത്തി നശിപ്പിച്ചത്. പ്രവർത്തനരഹിതമായ പന്നി ഫാമിന്റെ മറവിൽ വടക്കേച്ചോലയിലെ വെള്ളം ഉപയോഗിച്ചാണ് ചാരായം വാറ്റ് നടന്നിരുന്നത്. പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അറസ്റ്റ് ഉടനെ ഉണ്ടാകുമെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. വരും ദിവസങ്ങളിലും മേഖലകളിൽ ശക്തമായ പട്രോളിംഗും ഉണ്ടാകുമെന്ന് ഇൻസ്പെക്ടർ അറിയിച്ചിട്ടുണ്ട്. അസിസ്റ്റന്റ് ഗ്രേഡ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സജി MS, ബിനു MK, കൃഷ്ണകുമാർ PP, വി പ്രശാന്ത്, സന്തോഷ് CB, യദുൽ കൃഷ്ണ എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോട്ടായിൽ മിനി ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങി. 1 കോടി ചെലവിലാണ് പദ്ധതി പൂർത്തീകരിക്കുക. ഇതോടെ ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുമെന്ന ആശ്വാസമാണ് നാട്ടുകാർക്കും വ്യാപാരികൾക്കും. സംസ്ഥാന സർക്കാർ അനുവദിച്ച 1 കോടി രൂപ ചെലവിൽ കോട്ടായി മിനി ബസ് സ്റ്റാൻഡ് നിർമ്മാണമാണ് തുടങ്ങിയത്. മലമ്പുഴ കനാൽ വകുപ്പിന്റെ സ്ഥലം ഏറ്റെടുത്താണ് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത്. കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും ഗവൺമെന്റ് ഹൈസ്കൂളിന്റെയും ഇടയിലുള്ള മലമ്പുഴ കനാലിന് മുകളിൽ 100 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് സ്ലാബ് നിരത്തിയാണ് മിനി ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത്. ജില്ലയ്ക്കകത്തും പുറത്തുമായും തമിഴ്നാട്ടിലേക്കുമായി ദിനേന 100 കണക്കിന് റൂട്ട് ബസ്സുകൾ ഇവിടെ നിന്ന് സർവീസ് നടത്തുന്നുണ്ട്. പൊതുവെ വീതി കുറഞ്ഞ കോട്ടായി ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്ക് പതിവ് കാഴ്ചയാണ്. ബസ് സ്റ്റാൻഡ് പൂർത്തിയാകുന്നതോടെ ഇതിനെല്ലാം പരിഹാരമാകും. ന്യൂസ് ബ്യൂറോ, കോട്ടായി.
ട്രെയിനിനു നേരെയുണ്ടായ കല്ലേറിൽ യാത്രക്കാരന് പരിക്ക്. കന്യാകുമാരിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്ന എക്സ്പ്രസ് ട്രെയിനിന് നേരെയാണ് കല്ലേറ് ഉണ്ടായത്. ലക്കിടി റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം. കളമശ്ശേരി സ്വദേശി അക്ഷയ് സുരേഷിനാണ് പരിക്കേറ്റത്. ഗവൺമെന്റ് കോൺട്രാക്ടർമാരെ സർക്കാർ കാണുന്നത് പുച്ഛത്തോടെയാണെന്ന് ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. ലൈസൻസ് ഫീസ് ഉൾപ്പെടെ ലക്ഷങ്ങൾ വർദ്ധിച്ചപ്പോഴും 2021 ഷെഡ്യൂൾ നിരക്ക് വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറാകാത്തത് നീതീകരിക്കാനാവില്ലെന്നും ഇതുമൂലം ഇടത്തരം കരാറുകാർ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നതായും കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ചെയർമാൻ ഇ ശ്രീധരൻ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാർ പരിഗണന ലഭിക്കാത്തത് മൂലം നിരവധി ചെറുകിട ഇടത്തരം കരാറുകാരാണ് പ്രതിസന്ധികൾ തരണം ചെയ്യാൻ കഴിയാതെ ജോലി ഉപേക്ഷിച്ചത്. ചെറുകിട ഇടത്തരം കരാറുകാരെ ഒഴിവാക്കാനുള്ള നയങ്ങളാണ് സർക്കാർ തുടരുന്നത്. വ്യാപാര മേഖലയിൽ അവശ്യ വസ്തുക്കൾക്ക് ഭീമമായി വില വർദ്ധിച്ചിട്ടും സർക്കാർ ഷെഡ്യൂൾ നിരക്കായി നൽകുന്നത് 2021 പൂർത്തീകരിച്ച നിർമ്മാണ പ്രവൃത്തികളുടെ കുടിശ്ശിക ലഭിക്കാതിരിക്കുന്നത് തുടരുകയാണ്. ലൈസൻസ് ഫീസ് ഇനത്തിലും നികുതി ഇനത്തിലും കോടികൾ നൽകിയിട്ടും കരാറുകാർക്കായി ക്ഷേമനിധി ഏർപ്പെടുത്താൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല. സൊസൈറ്റികളുടെയും കുത്തകകളുടെയും കടന്നുവരവും ചെറുകിട കരാറുകാരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. സർക്കാർ അനുകൂല ഉത്തരവ് നൽകിയാലും ഉദ്യോഗസ്ഥ ലോബി അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. കരാറുകാർ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചും സമരമാർഗങ്ങളെക്കുറിച്ചും 8-ന് കൊടുമ്പിൽ നടക്കുന്ന ജില്ലാ സമ്മേളനം ചർച്ച ചെയ്യുമെന്നും ശ്രീധരൻ പറഞ്ഞു. ജീവിതോപാധി കണ്ടെത്താൻ വേണ്ടി കണ്ടെത്തിയ ഒരു മേഖലയാണ് ഈ കരാർ മേഖല. അപ്പൊ അതിൽ ഇപ്പൊ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന അതേപോലെ തന്നെ ഞങ്ങളുടെ ലൈസൻസ് ഫീ 3 ഇരട്ടിയായിട്ടാണ് വർദ്ധിപ്പിച്ചത്. നമ്മളൊക്കെ ഇതിനു മുമ്പൊക്കെ നമ്മളൊക്കെ കണ്ടതാണ്, നമ്മൾക്ക് അനുഭവമുള്ളതാണ് അല്ലേ. അതേപോലെ ബാർ മുതലാളിമാർക്കൊക്കെ ഫീസ് ലൈസൻസ് ഫീ വർദ്ധിപ്പിക്കുന്നത് പോലെ 10 ലക്ഷം 15 ലക്ഷം 25 ലക്ഷം വർദ്ധിപ്പിക്കുന്ന അവർക്ക് താങ്ങാം. പക്ഷേ ചെറുകിട ഇടത്തരം കരാറുകാർ അത് അത്തരം ഫീസ് വർധന ഉണ്ടാവുമ്പോൾ നമ്മൾക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ്. നേരത്തെ സി ക്ലാസ് രജിസ്ട്രേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ 25,000 രൂപ മതി, സി ക്ലാസ്സിന് 50,000 രൂപ മതി, ബി ക്ലാസ്സിന് 75,000 രൂപ മതി, എ ക്ലാസ്സിന് 1 ലക്ഷം രൂപ മതി. അത് ഇപ്പോ 75, 1.5, 2, 3, 6 ലക്ഷം വരെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ സി ക്ലാസും ഡി ക്ലാസും രജിസ്ട്രേഷൻ എടുത്തവരെല്ലാം ഈ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞുപോയി. കൺവീനർ ഡി ഗോപിദാസൻ, ട്രഷറർ എ സുരേഷ്, കെ മോഹനൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വളത്തൂർ നഗർ ഗ്രാമപഞ്ചായത്തിലെ നെടുമ്പുര പോസ്റ്റ് ഓഫീസിൽ 38 വർഷം സേവനം നടത്തിയ പോസ്റ്റ്മാൻ കെ കുഞ്ഞുമണിക്ക് നാട്ടുകാരുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. നെടുമ്പുര MVMLP സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങ് UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. പോകുമ്പോൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പലതും ആവാം. അത് നമ്മുടെ മറുപടിയിലാണ് ആ സ്നേഹത്തോടു കൂടെ. നാളെ ഓരോ ചോദിച്ചാൽ അതിൻ്റെ മറുപടി നാളെ ചിലപ്പോൾ വരും, എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ആളുകളുടെ മനസ്സ് ചിലപ്പോൾ ആ വ്യക്തിയോട് ഒരു അകൽച്ച സംഭവിക്കും. അങ്ങനെ മുഖം മുറിച്ച് പറയാത്ത ഒരു വ്യക്തി ആയതുകൊണ്ടാവാം ഞാൻ കുഞ്ഞുമണി ചേട്ടനെ അങ്ങനെ വല്ലപ്പോഴും കണ്ടതെന്നല്ലാതെ ഇങ്ങനെ സ്ഥിരമായി നിങ്ങൾ കാണുന്ന പോലെ കണ്ടിട്ടില്ല. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, നല്ല പെരുമാറ്റവും കൃത്യമായുള്ള ആ ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു നാട് ഇങ്ങനെ തയ്യാറായിട്ടുള്ളത്. വളത്തൂർ നഗർ ഗ്രാമപഞ്ചായത്ത് വാർഡംഗം M സുമേഷ് അധ്യക്ഷത വഹിച്ചു. ചെറുതുരുത്തി പോസ്റ്റ് മാസ്റ്റർ ലിയ വർഗീസ് ഉപഹാര സമർപ്പണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം MN വിനീഷ് മുഖ്യപ്രഭാഷണം നടത്തി. നെടുമ്പുര സ്കൂൾ പ്രധാനാധ്യാപിക അജിത, നെടുമ്പുര പോസ്റ്റ് മാസ്റ്റർ AP സരസ്വതി, P സോമസുന്ദരൻ, PN രാജേന്ദ്രൻ, EP ശശിധരൻ, NA ചന്ദ്രൻ, PG മൊയ്തീൻകുട്ടി, KM ഉമ്മർകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. യാത്രയയപ്പ് കമ്മിറ്റി ഖജാൻജി റിട്ടയർഡ് അധ്യാപകൻ PG മോഹൻദാസ് സ്വാഗതവും യാത്രയയപ്പ് കമ്മിറ്റി അംഗം N രജനി നന്ദിയും പറഞ്ഞു. നിരവധി നാട്ടുകാർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഓങ്ങല്ലൂർ ചിറ്റാങ്ങല്ലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ഏപ്രിൽ 6 മുതൽ 13 വരെയാണ് യജ്ഞം. ഓങ്ങല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ 11ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനാണ് തുടക്കം കുറിച്ചത്. യജ്ഞാചാര്യന്മാരെയും വിശിഷ്ട വ്യക്തികളെയും ഓങ്ങല്ലൂർ ഗണപതിയങ്കാവിൽ നിന്നും താലങ്ങളുടെയും വാദ്യാഘോഷങ്ങളുടെയും അകമ്പടിയോടുകൂടി യജ്ഞവേദിയിലേക്ക് ആനയിച്ചു. ബ്രഹ്മശ്രീ ചെത്തല്ലൂർ എടമന വാസുദേവൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. അത് കയറി ഇറങ്ങി തുടങ്ങിയ പാണ്ഡവന്മാരുടെ ഇപ്പൊ താഴ്വരയിലെത്തിയിട്ട് സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പരമമായ
അവസ്ഥയിലാണ് പരീക്ഷത്തിൻ്റെ ജനനം. അതിലിങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോൾ അവർക്ക് ഒന്നും കൂടി സന്തോഷമാവാൻ ഏതൊരു വിഷമസന്ധിയിലും അവരുടെ ഒപ്പം നിന്നിട്ടുള്ള ആളാണ് വിതുരൻ. ദുര്യോധനാദികളുടെ വല്ലാത്ത ദുഷ്പ്രവൃത്തി മടുത്ത് അദ്ദേഹം രാജ്യം ഉപേക്ഷിച്ചു പോയി കൊടുക്കണം. ബ്രഹ്മശ്രീ രാമചന്ദ്ര അയ്യർ, ബ്രഹ്മശ്രീ പുരളിപ്പുറം നീലകണ്ഠൻ നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരാണ്. വിശേഷാൽ പൂജകളും നടന്നു വരുന്നുണ്ട്. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഈ മാസം 13 വരെയാണ് യജ്ഞം. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം ആചരിച്ചു. പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നടന്ന ദിനാചരണം നഗരസഭാ കൗൺസിലർ KR നാരായണസ്വാമി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷയുള്ള ഭാവികൾ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ സംഘടിപ്പിച്ച ലോക ആരോഗ്യ ദിനാചരണ പരിപാടി വാർഡ് കൗൺസിലർ KR നാരായണസ്വാമി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. ആ ആരോഗ്യം സംരക്ഷിച്ച് നിർത്തുന്നതിൽ പങ്കാളികളാണ് നമ്മുടെ ആരോഗ്യരംഗത്തുള്ള ഓരോ പ്രവർത്തകരും. അവരോടൊപ്പം ചേർന്ന് ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകരും സമൂഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി അംഗനവാടികളിലൂടെ ആശാവർക്കർമാരോടും ഹെൽത്ത് വിഭാഗത്തോടുമൊക്കെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങളും. ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷയുള്ള ഭാവികൾ എന്ന പ്രമേയത്തിലാണ് ഈ വർഷത്തെ ലോകാരോഗ്യ ദിനം ആചരിച്ചത്. നാടെങ്ങും വിവിധ പരിപാടികൾ നടന്നു. ചടങ്ങിൽ കൗൺസിലർ ശ്രീനിവാസൻ അധ്യക്ഷനായിരുന്നു. ആശുപത്രിയിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രാധ വിഷയാവതരണം നടത്തി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഹരിദാസൻ, PRO ധന്യ എന്നിവർ സംസാരിച്ചു. ആഗോള ആരോഗ്യ വെല്ലുവിളികളെക്കുറിച്ച് അവബോധം വളർത്തുകയും അവ പരിഹരിക്കാനുമുള്ള ശ്രമങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണൂരിൽ ജലവിതരണ പൈപ്പിടാനായി റോഡോരം ചേർന്ന് വെട്ടിപ്പൊളിച്ച ചാലുകൾ ശരിയായ വിധം നികത്താത്തതിനാൽ വൻ ഗർത്തങ്ങൾ രൂപപ്പെട്ടു. കുഴികളിൽ ചെടി നട്ട് പ്രതിഷേധവുമായി നാട്ടുകാർ. ശക്തമായ വേനൽമഴ പെയ്തതോടെയാണ് മണ്ണൂർ സെൻട്രൽ മൂടിയ ചാലുകളിൽ വീണ്ടും ഗർത്തങ്ങൾ രൂപപ്പെട്ടത്. ചല്ലിയിട്ട് ശരിയായ വിധം മൂടാത്തതാണ് വലിയ കുഴി രൂപപ്പെടാൻ കാരണം. വശത്തെ കുഴികളിൽ 2 ദിവസങ്ങളിലായി നിരവധി വാഹനങ്ങളാണ് കുടുങ്ങിയത്. കുഴിയിൽ കുരുങ്ങിയ വാഹനങ്ങൾ നാട്ടുകാരും ഡ്രൈവർമാരും ചേർന്നാണ് തള്ളി മാറ്റുന്നത്. നിരവധി ഇരുചക്ര വാഹനങ്ങളും കുഴികളിൽപ്പെട്ടതായി ഡ്രൈവർമാർ പറയുന്നു. പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണെന്നും ഉടൻ പരിഹാരം കാണണമെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. ഇതേ തുടർന്നാണ് കുഴികളിൽ ചെടി നട്ട് പ്രതിഷേധിച്ചത്. M പ്രസാദ്, KV കനകരാജ്, N തങ്കപ്പൻ, കമറുദ്ദീൻ, സാഹിബ്, PR രാജേഷ്, റസാഖ്, KG സുരേഷ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. മണ്ണൂർ സെൻട്രലിലെ ഒരു കാഴ്ച നമ്മുടെ കയ്യിൽ നിൽക്കുന്നതിന് മുമ്പാകത്തായിട്ട് കാണുന്നു. 27 കോടി രൂപ മുതൽ മുടക്കി വർഷങ്ങളായി നീണ്ടുനിന്ന പൈപ്പ് പണിയുടെ ഭാഗമായിക്കൊണ്ട് മണ്ണൂർ പഞ്ചായത്തിൻ്റെ എല്ലാ റോഡുകളും തകർന്ന തരിപ്പണമായി കിടക്കുകയാണ്. ഒരു ഊടുവഴികളിലൂടെയും ഒരു വണ്ടി വിളിച്ചാൽ വരാത്തൊരവസ്ഥയിൽ കുണ്ടും കുഴിയുമായി കിടക്കുകയാണ്. പണിയെടുക്കുന്നതിൽ പൈപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പൈപ്പ് പണിക്കാർക്ക് അത് വൃത്തിയായിട്ട് പൂർത്തീകരിക്കണമെന്ന ഒരവസ്ഥ ഇല്ല. എല്ലാ ഭാഗത്തും തന്നെ പല വീടുകളിലേക്കും തന്നെ പോകാൻ പറ്റാത്ത, വണ്ടി കയറി പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. പല ഭാഗത്തും റോഡ് സൈഡിൽ വണ്ടി കയറ്റി നിർത്താൻ പറ്റൂല. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാടിന്റെ തനത് കലാരൂപമായ കണ്യാർക്കളിയുടെ പരിപോഷണത്തിനായി കണ്യാർക്കളി ആർട്സ് ആൻഡ് പ്രൊമോഷൻ കൗൺസിൽ മെയ് 16-17 തീയതികളിൽ പല്ലശ്ശന വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രാങ്കണത്തിൽ കളിമുറ്റം സംഘടിപ്പിക്കും. 2 ദിവസങ്ങളിലായി നടക്കുന്ന കളിമുറ്റത്തിൽ ജില്ലയിലെ 30ഓളം ദേശങ്ങൾ 2 കളി വീതം അവതരിപ്പിക്കുമെന്ന് KKAPC ട്രഷറർ P കൃഷ്ണപ്രസാദ് പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാലക്കാടിന്റെ തനത് കലാരൂപമായ കണ്യാർക്കളി ദേശങ്ങളുടെ ഉത്സവമാണ്. ദേവീദേവന്മാരെ സ്തുതിച്ചും സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ വർണ്ണിച്ചും അവതരിപ്പിക്കുന്ന കണ്യാർക്കളി പാരമ്പര്യ ചുവടുകൾ നിറഞ്ഞതാണ്. പതികാലത്തിൽ തുടങ്ങി ഇടവട്ടം, പോക്കുവട്ടം എന്ന രീതിയിലാണ് കളി അവതരിപ്പിക്കുന്നത്. പാലക്കാടിന്റെ പാരമ്പര്യ കലാരൂപമായ കണ്യാർക്കളി കൂടുതൽ ജനകീയമാക്കുന്നതിനായാണ് ഓരോ വർഷവും കളിമുറ്റം സംഘടിപ്പിക്കുന്നതെന്നും കൃഷ്ണപ്രസാദ് പറഞ്ഞു. ക്ഷേത്രാങ്കണത്തിൽ നടത്തിവരുന്ന ഈ കലാരൂപം ഈ വർഷത്തെ വാർഷിക ആഘോഷം കേരള കന്യാർകളി ആർട്സ് പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പല്ലശ്ശന ദേശത്തിൽ വെച്ച് കന്യാർകളി മുറ്റം എന്ന പേരിൽ നടക്കാൻ പോവുകയാണ്. തീർച്ചയായും ആ ഒരു കലാവിരുന്നിലേക്ക്
ആ ഒരു കലാസന്ധ്യ 2 ദിവസങ്ങളിൽ നടക്കുന്ന കലാസന്ധ്യ നല്ല രീതിയിൽ നടത്തുന്നതിനും നല്ല രീതിയിൽ ആ കലയെ പരിപോഷിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി നിങ്ങൾ ഏവരുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിച്ചുകൊണ്ട് ദേശങ്ങളിലെ ആശാന്മാരും സംഘടക സമിതി ഭാരവാഹികളുമായ ശബരി പ്രകാശ്, മുരളീധരൻ വി പല്ലശന, വിജയരാഘവൻ എം, മുരളീധരൻ വാണിയമ്പറമ്പത്ത് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൊലക്കേസ് പ്രതിയും നിരവധി കഞ്ചാവ് കേസിലെ പ്രതിയുമായ ചെറുതുരുത്തി വെട്ടിക്കാട്ടുരി പാളയം കോട്ടുകാരൻ വീട്ടിൽ 35 വയസ്സുള്ള ഷജീറിനെ തൃശൂർ ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം കാപ്പ ചുമത്തി 6 മാസത്തേക്ക് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കിലാക്കാനും നിലവിൽ വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന പ്രതിക്ക് ഉത്തരവിന്റെ കോപ്പി ചെറുതുരുത്തി CI അനന്തകൃഷ്ണൻ വിയൂർ ജയിലിൽ എത്തി കൈമാറി. അടൂർ അറഫ സ്കൂളിന്റെയും വെഫ കേരള ഫുട്ബോൾ അക്കാദമിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ 2 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന ഫുട്ബോൾ ഉത്സവം സമാപിച്ചു. മയക്കുമരുന്നിന്റെ വിപത്തിൽ നിന്ന് സമൂഹത്തിലേക്ക് എന്ന ആശയം മുൻനിർത്തിയാണ് ഫുട്ബോൾ ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ ഫുട്ബോളിൽ ആകർഷിക്കുന്നതിന് ഗ്രാസ് റൂട്ട് ഫെസ്റ്റിവൽ ലക്ഷ്യമിടുന്നു. ഫുട്ബോളിലൂടെ വ്യക്തിത്വ വികസനം, സ്വഭാവ രൂപീകരണം എന്നതാണ് മുദ്രാവാക്യം. പുതുതലമുറയ്ക്ക് പഠിക്കുക, കളിക്കുക, വളരുക എന്നീ ലക്ഷ്യങ്ങളാണ് അക്കാദമി മുന്നിൽ വയ്ക്കുന്നത്. ചെറുതുരുത്തി CI അനന്തകൃഷ്ണൻ സമാപനം ഉദ്ഘാടനം ചെയ്തു. അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ KS അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ ഫുട്ബോൾ ടീം കോച്ച് KK ഹമീദിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് കുട്ടികൾക്ക് പരിശീലന ക്ലാസ് നൽകിയത്. അറഫ സ്കൂളിന്റെ നേതൃത്വത്തിൽ അറഫയിൽ പഠിക്കുന്ന കുട്ടികൾക്കായിട്ട് 2 ദിവസത്തെ ഫ്രീ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പാണ് ഇവിടെ നടന്നത്. എല്ലാ കുട്ടികളും വളരെ സന്തോഷത്തിലായിട്ടും വളരെ ആക്റ്റീവുമായിട്ടാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇതിൽ കോച്ചുമാരായി കഴിഞ്ഞാലും ട്രെയിനിങ് കൊടുക്കുന്നതായി കഴിഞ്ഞാലും സംഘാടക ആളുകളായി കഴിഞ്ഞാൽ ശരി, വളരെ കുട്ടികളോട് വളരെ നല്ല രീതിയിലാണ് ഇടപഴകിയിട്ടുള്ളത്. ഭാവിയിലും ഈ കാലഘട്ടത്തിൽ സ്വഭാവ വൈകല്യങ്ങളും മൊബൈൽ അഡിക്ഷനൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കുട്ടികളെ ഇത്തരത്തിലുള്ള കായിക രംഗത്തേക്ക് നടത്തിവിടുന്നതായിട്ട് എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കുകയും ഭാവിയിലും ഇത്തരം ക്യാമ്പുകളിൽ കുട്ടികളെ എല്ലാവരും പങ്കെടുപ്പിക്കുകയും കൂടി ചെയ്യണം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചുനങ്ങാട് കൊട്ടേക്കാവ് താലപ്പൊലി മഹോത്സവം വർണ്ണാഭമായി. മാർച്ച് 30 ആരംഭിച്ച ഉത്സവ പരിപാടികൾക്ക് ഇതോടെ സമാപനമായി. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. രാവിലെ 10 ഊട്ടുപുര ശിവക്ഷേത്രത്തിലേക്ക് പാന എഴുന്നള്ളിപ്പ് നടന്നു. വൈകിട്ട് 4:30 ശിവക്ഷേത്രത്തിൽ നിന്നും പാന എഴുന്നള്ളിപ്പ്. തുടർന്ന് വിവിധ ദേശവേല കമ്മിറ്റികളുടെ വേലാഘോഷങ്ങൾ ക്ഷേത്രാങ്കണത്തിലെത്തി. പൂതൻ, തിറ, ഗജവീരന്മാർ, വാദ്യമേളങ്ങൾ, വിവിധ കലാരൂപങ്ങൾ എന്നിവ വേലകൾക്ക് അകമ്പടിയായി. നിരവധി പേരാണ് പൂരം ആസ്വദിക്കാനെത്തിയത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മങ്കര കാളികാവ് ഉത്രംവിളക്ക് മഹോത്സവം ഏപ്രിൽ 11 വെള്ളിയാഴ്ച വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായും ഭക്തജനങ്ങളുടെ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. രാവിലെ 9 മുതൽ 11 വരെ കോങ്ങാട് ക്ഷേത്രകലാക്ഷേത്രം വത്സനും സംഘവും ചേർന്ന് അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം, ആൽത്തറമേളം എന്നിവ നടക്കും. ഉഷപൂജ, ഉച്ചപൂജ എന്നിവയും ഉണ്ടായിരിക്കും. വൈകിട്ടോടെ വിവിധ ദേശകമ്മിറ്റികളുടെ വേലകൾ, ആന, മറ്റ് കലാരൂപങ്ങളുടെ അകമ്പടിയോടെ താവളം വഴി ക്ഷേത്രസന്നിധിയിലെത്തിച്ചേരും. വൈകിട്ട് ദീപാരാധന, കേളി, പറ്റ്, ശീവേലി എന്നിവയും ഉണ്ടായിരിക്കും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും ഭക്തജനങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അപ്പോൾ ഈ നടക്കുന്ന ഏപ്രിൽ 11 നടക്കുന്ന ഉത്രംവിളക്ക് മഹോത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന 11 ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വേലകൾ കാവിൽ വന്ന് കയറി വരുന്നു. അതുകൂടാതെ മറ്റുള്ള നാട്ടുകാരുടെയും മറ്റുള്ള ഉത്സവ കമ്മിറ്റിക്കാരുടെയും ഉത്സവത്തിന് നേതൃത്വം നൽകുന്ന ഉത്സവങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളുടെയും നേതൃത്വത്തിൽ ഈ ഉത്സവം ഭംഗിയായി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തേനൂർ അത്താഴംപറ്റ ഭഗവതി ക്ഷേത്രത്തിലെ ദേശവേലയ്ക്ക് കൊടിയേറി. ഏപ്രിൽ 13 ഞായറാഴ്ചയാണ് വേല മഹോത്സവം. തിങ്കളാഴ്ച രാവിലെ ഭക്തിനിർഭരമായ ചടങ്ങിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തിയായിരുന്നു കൊടിയേറ്റം. പനാവൂർ മനയ്ക്കൽ ബ്രഹ്മശ്രീ ദിവാകരൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി രഘുനാഥ്
ഞാറക്കോട് മഠം എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ ഗണപതി ഹോമം, വൈകിട്ട് തിരുവാതിരക്കളി, പ്രിയ സുഭാഷിന്റെ മോഹിനിയാട്ടം, കൈകൊട്ടിക്കളി, ശിവാനന്ദയുടെ ശീതങ്കൻ തുള്ളൽ, ഭരതനാട്യം, സംഗീതാർച്ചന, ക്ലാസിക്കൽ ഡാൻസ് എന്നിവയുമുണ്ടായി. ദേശവേല ദിവസം ഞായറാഴ്ച ശ്രീരാമ പട്ടാഭിഷേകം, രാവിലെ 10-ന് പഞ്ചാരിമേളം, വൈകിട്ട് പകൽവേലയിൽ ഗജവീരന്മാരുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ്, രാത്രി ഡബിൾ തായമ്പക ഉണ്ടായിരിക്കും. തിങ്കളാഴ്ച പുലർച്ചെ പാണ്ടിമേളത്തോടെ സമാപനം കുറിക്കും. മുതൽ 13-ാം തീയതി വരെ 13-ാം തീയതി വേള, 12-ാം തീയതി ഗാനമേള, 11-ാം തീയതി വിളക്കുപൂജ, ഈ ദിനം പരിപാടികളോടുകൂടി ഗംഭീരമായി ആഘോഷിക്കുന്നു. അതിൻ്റെ 7-ാം നാളിൽ കളി ഉണ്ടാകും. നടന്ന ദിവസം എല്ലാവരുടെയും സഹായം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാറ്റലി. EMSനും പ്രകാശ് കാരാട്ടിനും ശേഷം CPIM കേന്ദ്ര ജനറൽ സെക്രട്ടറിയായി മരിയൻ അലക്സാണ്ടർ ബേബി എന്ന MA ബേബി എന്ന മലയാളിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതും മുൻപെങ്ങും നടക്കാത്ത വോട്ടെടുപ്പിലൂടെ. MA ബേബിയുടെ നേതൃത്വം പാർട്ടിയെ എത്രത്തോളം ശക്തിപ്പെടുത്തും? താങ്കളുടെ വിലയിരുത്തൽ എന്ത്? മാറ്റലിയിലേക്ക്. CPIMന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായി ഒരു മലയാളി വന്നത് നമുക്ക് അഭിമാനമാണ്. എത്രത്തോളം വിജയിക്കുമെന്ന് നമ്മൾ കണ്ടറിയാം. കാരണം ഒരു ദേശീയ തലത്തിലുണ്ടായിരുന്ന ഒരു പ്രകാശ് കാരാട്ട്, സീതാറാം യെച്ചൂരിയെ പോലുള്ളവരായി അവർ കൂടുതലും ശ്രദ്ധിച്ചിരുന്നത് ദേശീയ രാഷ്ട്രീയത്തിലാണ്. പക്ഷേ MA ബേബി ഒരു മലയാളിയും കേരളക്കാരനും ഒക്കെ ആയതുകൊണ്ട് ഇവിടെ തന്നെ ഒരുപാട് CPIMനകത്തെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുമോ എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കേരളീയർക്ക് അഭിമാനിക്കാവുന്ന ഒരു സഖാവാണ് MA ബേബി. കേരളത്തിലെ തന്നെ ആദ്യത്തെ CPIMന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റിക്കൽ ബ്യൂറോ ജനറൽ സെക്രട്ടറി സഖാവ് EMS ആയിരുന്നു. ഇന്ന് കേരളത്തിലെ രണ്ടാമത്തെ ജനറൽ സെക്രട്ടറിയാണ് സഖാവ് MA ബേബി. കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും നല്ല അഭിമാനിക്കാവുന്ന ഒരു സഖാവാണ് MA ബേബി. കറ കളഞ്ഞൊരു കമ്മ്യൂണിസ്റ്റുകാരൻ. അതുപോലെ തന്നെ വളരെ ത്യാഗോജ്ജലമായ പോരാട്ടത്തിലൂടെ അദ്ദേഹം ഈ പ്രസ്ഥാനത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അത് DYFI രംഗത്തും ഒക്കെ നല്ല പ്രവർത്തന പാരമ്പര്യമുള്ള, ഡൽഹിയുമായുകൊണ്ട് നല്ല ബന്ധമുള്ള, ജനങ്ങൾക്കിടയിൽ എല്ലാം കൊണ്ടും സ്വീകാരനായ ഒരു സഖാവാണ് MA ബേബി. പ്രധാന വാർത്തകൾ വീണ്ടും. മുണ്ടൂരിൽ ആനയുടെ ചവിട്ടേറ്റ് യുവാവ് മരിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. ഒലവക്കോട് DFO ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ പോലീസുമായി പ്രവർത്തകർ ഏറ്റുമുട്ടി. പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധം. CPIMന്റെ നേതൃത്വത്തിൽ മുണ്ടൂരിൽ നടത്തിയ ഹർത്താൽ പൂർണ്ണം. യുവാവ് മരിച്ച സംഭവത്തിൽ മുണ്ടൂർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. മുണ്ടൂർ ആനക്കല്ലിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവം വനംവകുപ്പിന് ഗുരുതര വീഴ്ചയെന്ന് VK ശ്രീകണ്ഠൻ MP. ഗുരുതരമായി പരിക്കേറ്റ യുവാവിന്റെ മാതാവിന് മുഴുവൻ ചികിത്സാ ചെലവും സർക്കാർ നൽകണമെന്നും MP. ആനക്കല്ല് ഉൾപ്പെടെ മലയോരങ്ങളിൽ ഫെൻസിംഗ് ഏർപ്പെടുത്തുന്നതിൽ സാമ്പത്തിക പ്രതിസന്ധിയെന്ന് A. പ്രഭാകരൻ MLA. പ്രദേശത്തിന് പ്രത്യേക പരിഗണന നൽകുമെന്ന് വകുപ്പ് മന്ത്രി അറിയിച്ചതായും A. പ്രഭാകരൻ. പാലക്കാട്ടെത്തിയ മന്ത്രിക്കെതിരെ BJPയുടെ കരിങ്കൊടി പ്രതിഷേധം. വിമർശിക്കാൻ ആർക്കും അവകാശമുണ്ടെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. സ്ത്രീകളെയും കുടുംബാംഗങ്ങളെയും ഉൾപ്പെടെ കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുക എന്നതാണ് KSRTCയുടെ ലക്ഷ്യമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ. ഡിപ്പോകൾക്കെതിരെ ഉയർന്നുവന്ന പരാതികൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി. പാലക്കാട്ട് KSRTCയിലെ ശീതീകരിച്ച വിശ്രമകേന്ദ്രത്തിന്റെയും KSRTCയിൽ പുതുതായി ആരംഭിച്ച സർവീസുകളുടെയും പ്രവർത്തനം ആരംഭിച്ചു. കോട്ടായിയിൽ മിനി ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം. പദ്ധതി പൂർത്തീകരിക്കുന്നത് 1 കോടി രൂപ ചെലവിൽ. ബസ് സ്റ്റാൻഡ് പൂർത്തിയാകുന്നതോടെ ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുമെന്ന ആശ്വാസത്തിൽ നാട്ടുകാരും വ്യാപാരികളും. 2 കോടി ചെലവിൽ ചേലക്കര തോന്നൂർക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. ഉത്സവാന്തരീക്ഷത്തിൽ കെട്ടിടോദ്ഘാടനം K. രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. ചരിത്രശേഷിപ്പുകളെക്കുറിച്ചും ചരിത്ര പഠനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മനസ്സിലാക്കാനും തൊട്ടറിയുന്നതിനുമായി തൃത്താല മേഖലയിൽ ഒരു പഠനയാത്ര. വിദ്യാർത്ഥികൾക്ക് തൃത്താല പൈതൃകത്തെ തൊട്ടറിയാൻ പൈതൃകയാനം എന്ന പേരിൽ പഠനയാത്ര സംഘടിപ്പിച്ചത് ഭാരത് യൂത്ത് ക്ലബ്. പ്രകൃതിയെയും സംസ്കൃതിയെയും തേടിയുള്ള യാത്ര വിദ്യാർത്ഥികൾക്ക് കൗതുകവും വിജ്ഞാനവും പകർന്ന അനുഭവം. CITU തൊഴിലാളികളുടെയും കുടുംബാംഗങ്ങളുടെയും നേതൃത്വത്തിൽ കുടുപ്പള്ളിയിൽ ധർണാ സമരം. ധർണ സംഘടിപ്പിച്ചത് CITU നടത്തിവരുന്ന സമരത്തിന് ഐക്യദാർഢ്യവുമായി.
തൊഴിലാളികളുടെ അവകാശങ്ങൾ കാണാതെ പോകരുതെന്നും ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ CITU പ്രസ്ഥാനത്തിന് കഴിയുമെന്നും CITU ജില്ലാ സെക്രട്ടറി M. ഹംസ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.